ദേവദൂതൻ്റെ കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ വിദ്യ വരുന്നു. രാവിലെ കൊച്ചിയിലെത്തുന്നു. ഞങ്ങളിവിടെ ഒരു വീട്ടിൽ താമസിച്ചാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അവിടെ തന്നെ വന്നു വിദ്യ വന്നു. അപ്പോൾ അന്ന് രാവിലെ എനിക്കും സിയാദിനും കൂടെ മുംബൈയിൽ പോകണം. ആദ്യം ആ സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഹിന്ദി നടി രേഖേനെയാണ്. അപ്പോൾ അവരുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അവരെ മീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒന്ന് പോകണം. അപ്പം വിദ്യ വന്നു, രാവിലെ ഇരുന്നു. സിറ്റുവേഷനൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിലും കമ്പോസിങ്ങിന് വേണ്ടി ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നടക്കട്ടെ, ഞാൻ പോയിട്ട് ഈവനിങ് വരും, ബോംബെ പോയിട്ട് വൈകുന്നേരം വരും, അപ്പോഴത്തേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ പോകാനായിട്ട് റെഡിയായി താഴേക്ക് വരുമ്പോഴും അരമണിക്കൂർ കൊണ്ട് ഞാൻ മോളിപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ മാറി താഴെ വരുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, പോകുന്നതിന് മുമ്പ് ഒരു ട്യൂണൊന്ന് കേട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കേൾക്കാമെന്ന് പറഞ്ഞു. അതാണ് കരളയെ നീ കൈ പിടിച്ചാൽ. അപ്പോഴത്തേക്ക് കൈതപ്പുറം രണ്ടുപേരും എഴുതി കഴിഞ്ഞിരിക്കുന്നു. അരമണിക്കൂർ കൊണ്ട് അതിൻ്റെ ഒരു ചരണം പല്ലവി റെഡിയായി കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അതാണ് ദൈവം കൊടുക്കുക എന്ന് പറയുന്നത് ശരി തന്നെയാണ്.